മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട സൈനയുടെയും അനീഷിന്റെയും ടൗൺഷിപ്പിലെ വീട്ടിലേക്കാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ വരവ് ആ കുടുംബത്തെ ഏറെ സന്തോഷിപ്പിച്ചു. അവർ അമ്പരന്ന് പോയി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അവരുടെ മുൻ മുഖ്യമന്ത്രി ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ കള്ളാടി ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം ആദ്യം സന്ദർശിച്ചത് ടൗൺഷിപ്പിലെ സൈനയുടെയും അനീഷിന്റെയും വീടാണ്. വീടൊക്കെ നോക്കിക്കണ്ട് സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കുശലാന്വേഷണം നടത്തി പ്രതിപക്ഷ നേതാവ് ഇറങ്ങി. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് സൈന പറഞ്ഞു. ഷോക്കായിപ്പോയി. ഇല്ല, പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല വരുന്നുള്ളത്. എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയുന്നില്ല പറയാൻ. ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എനിക്ക് ഉറപ്പില്ലായിരുന്നു വരുമോ എന്നുള്ളത്. തിരക്കുള്ള ആളല്ലേ, വരില്ല എന്ന് ഞാൻ വിചാരിച്ചത്. റഫീഖ പെട്ടെന്ന് വിളിച്ചിട്ട് ചിലപ്പം വരും, ഉറപ്പ് പറഞ്ഞില്ല, വരും എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് റഫീഖ പറഞ്ഞ ഉറപ്പാണ്. അപ്പോൾ വരും, ഞാൻ ഇവളോട് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്നതും പിന്നെ ഫോട്ടോ വരച്ചത് കണ്ട് നന്നായി. പിന്നെ റൂം കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പിന്നെ മക്കളുടെ റൂം അവർക്കായിട്ട് തന്നെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് കണ്ട് അതെന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. സന്തോഷമായിരിക്കും കൂടെ ഉണ്ട്. അതാണ്. ഏറെ സന്തോഷത്തിലാണ് ഈ കുടുംബം. പി വി ജോഷില, കൈരളി ന്യൂസ്, വയനാട്.